ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് വൺ ഡേ ട്രിപ്പ് പോകാനായിട്ട് എവിടെ ഉണ്ട് സ്ഥലമെന്ന് നോക്കിയപ്പോഴാണ് സംഗം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടത്. അതിൻ്റെ അടുത്ത് തന്നെ മേക്കേടത്ത് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു. അപ്പം പോയി നോക്കാം എന്നും പറഞ്ഞ് വണ്ടി എടുത്ത് രാവിലെ വെളുപ്പിനെ ഞങ്ങൾ വിട്ട്. അപ്പോൾ ഈ സംഗം വ്യൂ പോയിൻറ്റിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയായിരുന്നു. ചോദിച്ചപ്പോഴത്തേക്കും 40 രൂപ ടിക്കറ്റേ ഉള്ളൂ ആൾക്ക്. അതുവരെ ഒരു വെള്ളച്ചാട്ടം, ഈ മേക്കേടത്ത് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് ചാടി കയറി ബസ്സിൽ അങ്ങോട്ട് ഇരുന്നു. കുറച്ച് കുരങ്ങന്മാരും മാനുകളെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ മേക്കേടത്ത് വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം എല്ലാം ഉണങ്ങി കേട്ടോ. സമ്മർ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫെബ്രുവരിയിലെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ അവസ്ഥ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല ചൂടായിരിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും സൈഡിൽ കൂടെ നമ്മുടെ കാവേരി റിവർ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. അപ്പോൾ ഈ റിവറിൻ്റെ സൈഡ് ഓരം പിടിച്ചിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ വെള്ളം വളരെ കുറവാണ്. ഇപ്പം തന്നെ വെള്ളം കുറഞ്ഞു. കൊഞ്ചം തണ്ണി ഇറുക്കുക എന്നുള്ള അവസ്ഥയായിരിക്കും മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ. സാധാരണ കുറ്റാലമൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ്, കൊഞ്ചം തണ്ണി ഇറുക്കെന്ന് അവർ പറയും. അവിടെ ചെല്ലുമ്പോൾ ടാപ്പ് തുറന്നു വിട്ട പോലെ ഇറുക്കി വെള്ളം വീഴുന്ന കാണാം. അപ്പോൾ ആ അവസ്ഥ അറിയില്ല എന്താണെന്ന്, പോയി നോക്കാം. എന്തായാലും 40 രൂപയുടെ കേസല്ലേ എന്ന് പറഞ്ഞ് പോയി. കുറേ ഇങ്ങനെ കൊച്ചു പാറക്കല്ലുകളുടെ ഇടയിൽ കൂടെ വെള്ളം പോകുന്ന ഇതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഒരു ഓൾമോസ്റ്റ് 40 മിനിറ്റ് ബസ് ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂറായപ്പോഴത്തേക്കും മുകളിൽ കൊണ്ടെത്തിച്ചു. അവിടെ ചെന്നിട്ട് അവിടുന്ന് താഴോട്ട് നടന്നിറങ്ങാനുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്ററിന് കഷ്ടിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കുത്തിറക്കമാണ് കേട്ടോ. അവിടെ ചെന്ന് ഉള്ള വ്യൂവിൽ പ്രത്യേകിച്ച് വെള്ളം കാര്യങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ അങ്ങോട്ട് വെള്ളം വീഴുന്ന സൗണ്ട് കാണാം. അതാണ് പുഴ ഒഴുകുന്നത്. പക്ഷേ വെള്ളം വീഴുന്ന സൗണ്ട് എവിടെയോ കേൾക്കാം. താഴെയാണെന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ താഴോട്ടൊരു പടി ഇങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം ചെറിയ വഴിയാണ് കേട്ടോ, കുത്തിറക്കമാണ്. എന്തായാലും ഒരു വെള്ളക്കുപ്പി കയ്യിൽ കരുതിയിട്ടുണ്ട്. അതും കൊണ്ട് താഴോട്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പോൾ കല്ലാണ് ഫുള്ളായിട്ട് ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു വെള്ളമുള്ള സമയത്ത് ഇത് അടിച്ചു കയറി വെള്ളം വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും ഫുൾ പാറയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. നല്ല വെയിലുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ നല്ല അടാറ് വെയിൽ. ആ പാറയുടെ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ ഫ്രൈ ആയിട്ട് തിരിച്ചു വരുമെന്നുള്ള ഉറപ്പാണ്. കണ്ടില്ലേ, ആ ഒരു ലെവൽ വരെ വെള്ളം കയറുന്നതാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആൾക്കാർ ചാടിയൊക്കെയാണ് ഇറങ്ങുന്നത്. നമ്മളും ചാടി ഇറങ്ങി കേട്ടോ. വേറെ സീനൊന്നും ഇല്ല, തിരിച്ച് കയറാനൊക്കെ പറ്റും. നല്ല ഈ മറ്റേ കടൽപ്പുറം മണ്ണ് പോലത്തെ, അല്ലെങ്കിൽ മറ്റേ ആറ്റുമണ്ണെന്ന് പറയത്തില്ല, അതാണ് ബേസിലുള്ളത്. അവിടെ ആയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് സ്റ്റാർട്ടിങ് സ്ഥലങ്ങളിൽ. നടുക്കോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിഞ്ഞ് കയറി നോക്കി. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു മസ്റ്റ് വിസിറ്റ് എന്ന് പറയാനൊക്കത്തില്ല എങ്കിലും, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള വ്യൂ ഭയങ്കരമാണ്. നമ്മൾ ഈ മറ്റേ റോജയിലുള്ള ആ ഒരു പാട്ടിലൊക്കെ കാണുന്നില്ലേ, കൊട്ടവഞ്ചിയിൽ പോകുന്നത്, അതിവിടെ അല്ല സ്ഥലം. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഫീലാണ് കിട്ടുന്നത്. റോജയുടെ സ്ഥലം എന്ന് വെച്ചാൽ ഹൊങ്കനക്കലാണ്, അതാണ് എൻ്റെ അറിവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇതല്ല എന്തായാലും ഈ ഒരു വ്യൂ കാണാനായിട്ട് ഞങ്ങളങ്ങ് വലിഞ്ഞ് കയറി നോക്കിയപ്പോൾ താണ്ട് അവിടെ നിന്നാണ് ഈ വെള്ളം വീഴുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകാനും പറ്റിയില്ല. അവർ മറ്റേ കയറ് കെട്ടിയിട്ട് പോരുന്നത് ഡേഞ്ചറാണെന്ന് പറഞ്ഞ് എഴുതിയേക്കാണ്. ഈ ഒരു വ്യൂ ആണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ 40 രൂപ ടിക്കറ്റിൽ പോകാമെന്ന് വെച്ചാൽ കുഴപ്പമുള്ളതല്ല. കാടിലൂടെ ഒരു എക്സ്പീരിയൻസ്, കുറച്ച് പച്ചപ്പ് കൊണ്ടുണ്ടായിരുന്നത് നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു മഴ സമയത്തൊക്കെ പോയാൽ നല്ല സൂപ്പർ വൈബായിരിക്കും. അവിടെ ഇങ്ങനെ ഈ വെള്ളം വീണിട്ട് ഉണ്ടായ ഹോളുകളും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റും. അത് അവിടെ നിന്ന് കണ്ടില്ല, അപ്പുറത്തോട്ട് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം കയറി അതുവഴി ഇറങ്ങിപ്പോകുന്നൊരു പോയിൻ്റൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ക്ലൈമറ്റും കൂടെ നല്ലതായിരുന്നെങ്കിൽ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ തിരിച്ച് കയറിയപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ദാഹിച്ചു. വെള്ളക്കുപ്പി ഉള്ളതുകൊണ്ട് വലിയ സീനില്ലാതെ അങ്ങനെ കയറാൻ പറ്റി. തിരിച്ച് കയറുമ്പോഴത്തേക്ക് ഒരു ചേച്ചി കുറച്ച് സ്നാക്സൊക്കെ വിൽക്കുന്നുണ്ട്. അതും കുറച്ച് കഴിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് വണ്ടികൾ അലോ ചെയ്യത്തില്ല, ഇവരുടെ വണ്ടിയിൽ തന്നെ പോകണം. ടൈഗർ റിസർവ് എന്തോ ആണ്. അപ്പോൾ അവരുടെ ഒരു ബസ്സുണ്ട്, ഈ ബസ് പോയിട്ട് തിരിച്ച് വരണം. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ രാവിലെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പിൽ നിന്ന് തന്നെ കയറാൻ പറ്റും. സംഭവം കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു 1 ഡേ വിസിറ്റിന് പറ്റിയ സ്ഥലം. ഇതൊരു ഹാഫ് ഡേ കൊണ്ട് തന്നെ കഴിയും. തിരിച്ചെത്തുമ്പോഴത്തേക്ക് 1 ഡേ ആകുമെന്നാണ് അതിൻ്റെ ഒരു കണക്ക്. നമുക്ക് ബാംഗ്ലൂരിൻ്റെ അടുത്ത് ഇപ്പോൾ ഈ നന്ദി ഹിൽസ് പോയി മടുത്തന്നേ. വേറെ എവിടെ ഉണ്ടോ ഓപ്ഷൻസ് എന്ന് തപ്പുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള പ്ലേസുകൾ കാണാനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനലിനെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള കുട്ടി ട്രിപ്സാണ് നമ്മുടെ മെയിൻ പരിപാടി. വീക്കെൻഡുകളിലെല്ലാം നമ്മൾ ഇതുപോലെ ഇറങ്ങും കേട്ടോ. നമുക്കിതൊക്കെ ഒരു രസമാണ്. ഈ IT പണിയൊക്കെ കഴിഞ്ഞ് ഭ്രാന്ത് പിടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വീക്കെൻഡുകളിൽ ഓരോരോ ട്രിപ്പ് അങ്ങോട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും യാത്രകൾ തുടരുക. സമ്മറാണ്, വെള്ളം കരുതുക.